തോമസ്, അത് നീയാണ്. ദൈവത്തെ സഹോദരങ്ങളെ കാണുവാൻ പ്രേരിപ്പിക്കുന്നതാണ് നമ്മുടെ കൈകളെ യഥാർത്ഥാത്മീയത, ആത്മീയതയിലേക്ക്. മാതൃകയിലൂടെ ഹൃദയത്തിന്റെ ഭാഷ കൈമാറുന്ന, സ്നേഹത്തിന്റെ പാഠങ്ങൾ പഠിപ്പിക്കുന്ന നല്ല അധ്യാപകരായി തീരുവാൻ നമുക്ക് സാധിക്കട്ടെ എന്നുള്ളതാവട്ടെ ഇന്നു മുതൽ നമ്മുടെ പ്രാർത്ഥന. ആചാര്യ പാദമദത്തെ പാദം ശിഷ്യ സ്വമേധയ പാദം സബ്രഹ്മചര്യഭ്യ പാദം കാലക്രമേണ. അറിവിന്റെ 4 മാത്രമേ ആചാര്യനിൽ നിന്ന് അല്ലെങ്കിൽ ഗുരുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുള്ളൂ. അത്രത്തോളം തന്നെ അറിവ് സ്വമേധയാ നമ്മൾ നേടുകയും വേണം. ബാക്കിയുള്ള 4 അറിവ് സഹപാഠികളിൽ നിന്ന്, കൂടെയുള്ളവരിൽ നിന്ന് ഒക്കെ നാം നേടേണ്ടതാണ്. ശേഷിക്കുന്ന 4 കാലക്രമേണ ജീവിതാനുഭവങ്ങളിൽ കൂടെ നാം ആർജിക്കേണ്ടതുമാണ്. നമ്മൾ അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാവരും ഒത്തുചേർന്ന് നല്ല അറിവ് നേടാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. നല്ല അധ്യാപകരായി തീരാൻ, ഒരുമയോടെ പ്രവർത്തിക്കാൻ ഈ സെന്റ് ജോസഫ് കലാലയം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. തുണയായി വരണേ എന്നാഥ, കരമൊന്നു തളരും നേരത്തും കരുതലിൻ കരമായി വരണേ. എന്നെ നിന്മാരോട് ചേർത്തിടുവാൻ ആ നെഞ്ചിന്റെ ചൂടേറ്റുണങ്ങട്ടെ ഞാൻ. അതുമാത്രമാണ് എന്റെ ആനന്ദമേ. പരിശുദ്ധനേ, പരമോന്നതാ ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി. അലിവോടെ എന്നെ നോക്കണമേ. ആരാധ്യനേ, പരിശുദ്ധനേ, പരമോന്നതാ ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി. അലിവോടെ എന്നെ നോക്കണമേ. കാരുണ്യം ദർശനത്തിലും മാധുര്യം വാക്കിലും ചേർന്നുള്ളവനെ പുരുഷോത്തമൻ. മുഖത്ത് മന്ദസ്മിതത്തോടെ കടന്നു വരാം.
നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന ഏതെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതികരണമാണ് പലപ്പോഴും പുഞ്ചിരിയായി പുറത്തു വരുന്നത്. ഇത്തരം പുഞ്ചിരികൾ നമ്മളെയും നമുക്ക് ചുറ്റുമുള്ളവരെയും സന്തോഷപൂർണ്ണരാക്കി തീർക്കും. ഏറ്റവും എളുപ്പത്തിൽ നമ്മൾക്ക് മറ്റുള്ളവർക്ക് നൽകാൻ കഴിയുന്ന സമ്മാനമാണ് മന്ദസ്മിതം. കരുണയുടെ കണ്ണുകൾ കൊണ്ട് ചുറ്റുപാടിനെ നോക്കിക്കാണാം. നമുക്ക് കരുണയുള്ളവരായിരിക്കുക എന്നത് സന്തോഷകരമായ ഒരു ലോകം സൃഷ്ടിക്കുവാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മുടെ സംസാരത്തിൽ സൗന്ദര്യവും സ്നേഹവും കലർത്താം. കാകദൃഷ്ടി ബലധ്യാനം ശ്വാനനിദ്ര തദൈവച അല്പാഹാരം ജീർണവസ്ത്രം ഏതെന്ന വിദ്യാർത്ഥി ലക്ഷണം. കാക്കയെ പോലെ തക്കം പാർത്തിരിക്കുക, കൊക്കിനെ പോലെ പഠിച്ച വിഷയങ്ങളെ ഏകാഗ്രമായി ചിന്തിക്കുക, ശ്വാനനെ പോലെ ഉറക്കത്തിലും ഉണർവോടെ ഇരിക്കുക, അല്പമാത്രം ഭക്ഷണം കഴിക്കുക, മോടിക്കായി വസ്ത്രം ധരിക്കാതിരിക്കുക, ഇവയെല്ലാമാണ് ഒരു വിദ്യാർത്ഥിയുടെ ലക്ഷണങ്ങൾ. അനാവശ്യമായി ചിലവഴിക്കുന്ന സമയത്തെക്കുറിച്ചുള്ള അവബോധമാണ് പരമപ്രധാനമായവയിൽ ശ്രദ്ധ പതിപ്പിക്കുവാനായി നമ്മെ ഒരുക്കുന്നത്. നിത്യാനിത്യ വസ്തുവിവേകം എന്നാണല്ലോ ചൊല്ല്. വേണ്ടതും വേണ്ടാത്തതും വിവേചിക്കുവാനുള്ള കഴിവാണ് ജീവിത വിജയത്തിന്റെ കുറുക്കുവഴി. നമുക്ക് വിജയികളാണ്. വിജയം പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതിന്റെ പ്രതിഫലമാണ്. നിങ്ങൾ ഓരോരുത്തർക്കും വിജയാശംസകൾ. നിടമൊഴുകും വഴിയിൽ ഞാൻ പോരാ, നിൻ പാദമെന്നും പിന്തുടരാ. അറിയാതെ അകലും നേരത്തും അരികിലായി എന്നെ ചേർത്തിടമേ. അലിവിന്റെ അലയാഴിയാകുന്നു നീ, എൻ ഹൃദയത്തിൻ സ്പന്ദനമാകുന്നു നീ. സർവത്തിനുടയോ നീ മാത്രമേ, സർവാധിനാഥനും നീ മാത്രമേ. എന്നെ നിൻ സ്വന്തമാക്കിടും, എന്നെ നിൻ നാദമാക്കിടും, എന്നെ നിൻ സ്വന്തമാക്കിടും, എന്നെ നിൻ നാദമാക്കിടും. ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നത ദൈവമേ, വിശുദ്ധ ചാവറയച്ചൻ സ്വന്തം ജീവിതത്തിൻ്റെ ആത്മാംശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതഗന്ധിയായി രചിച്ച ശ്രേഷ്ഠ മഹാകാവ്യമാണ് ആത്മാനതാപം. ഇതിഹാസ ശൈലിയിൽ രചിച്ച അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ ആത്മാനതാപത്തിലെ ഏതാനും വരികൾ നമുക്ക് ശ്രമിക്കാം. ആദ്യഹീനനാ
നീക്കം ചെയ്യണമെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നം. വൈദികരുടെ അജ്ഞത അത് അക്ഷന്തവ്യമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതിനായി 1840കളിൽ അദ്ദേഹം മാന്നാനത്ത് ഒരു സെമിനാരി സ്ഥാപിച്ചു. 1846 സംസ്കൃത സ്കൂളും തുടങ്ങി. പൊതുസമൂഹം മാറ്റി നിർത്തിയിരുന്ന താഴ്ന്ന ജാതിക്കാരും അന്നത്തെ കാഴ്ചപ്പാടിലെ മേൽജാതിക്കാരും ഒരുമിച്ചൊരു ബെഞ്ചിലിരിക്കുവാൻ അദ്ദേഹം കാരണക്കാരനായി. വെണ്മയാൽ നടപ്പാനായി തന്നൊരു വെള്ള വസ്ത്രം വെണ്ണയും കളഞ്ഞയോ പാപിയാൻ മഹാമൂഢൻ എന്നെ കാണുന്ന ജനം എന്നുടെ സുഹൃത്തിയാൽ നിന്നെ സ്നേഹിപ്പാൻ വഴി കാട്ടുവാൻ പന്തം തന്നു. വിജ്ഞാനം ഇരുട്ടിനെ അകറ്റുന്ന വിളക്കാണ്. ഉള്ളിലെ വെളിച്ചമാണ് പുറത്തുള്ള വെളിച്ചത്തേക്കാൾ കാമ്യമായത്. നിന്നിലെ വെളിച്ചം അന്ധകാരമാകാതിരിക്കട്ടെ.